ചബഹാറിന് പിന്നാലെ ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖവും ഇന്ത്യ ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയതായി റിപ്പോർട്ട്. മൂന്നാം മോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതോടെ നടപടികൾ വേഗത്തിലാകും എന്നാണ് സൂചന. തെക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിലെ ബഗർഹട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് മോംഗ്ല. രാജ്യത്തെ രണ്ടാമത്തെ വലിയ തുറമുഖം. ചണം, തുകൽ, ശീതീകരിച്ച സമുദ്രവിഭവങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാന കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു. കണ്ടെയ്നർ ടെർമിനൽ, ഓയിൽ ടെർമിനൽ, ഡ്രൈ ഡോക്ക് എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടെയാണ് മോംഗ്ല തുറമുഖം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ഹൈവേകളുടെയും റെയിൽ ലൈനുകളുടെയും ഒരു ശൃംഖലയാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നിയന്ത്രണം ലക്ഷ്യമിട്ട് മോംഗ്ല സ്വന്തമാക്കാൻ ചൈന കുറെ നാളായി ശ്രമം നടത്തുന്നുണ്ട്. ചബഹാറിന് പിന്നാലെ മോംഗ്ല തുറമുഖം കൂടി ഭാരതത്തിന്റെ കയ്യിലെത്തിയാൽ അത് ചൈനയുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയാകും. ഇറാനിലെ ചബഹാർ തുറമുഖം ഏറ്റെടുത്തതിനു പിന്നാലെ മോംഗ്ല തുറമുഖത്തിന്റെ നടത്തിപ്പിനും വികസനത്തിനും പങ്കാളിയാകാനുള്ള താൽപര്യം ബംഗ്ലാദേശ് അധികൃതരെ ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചതായാണ് സൂചന. ദൌത്യം വിജയിച്ചാൽ ചബഹാർ തുറമുഖത്തിനും മ്യാൻമറിലെ സിറ്റ്വേക്കും ശേഷം ഇന്ത്യ ഏറ്റെടുക്കുന്ന മൂന്നാമത്തെ അന്താരാഷ്ട്ര തുറമുഖമായിരിക്കും ഇത്. ഈ രണ്ട് തുറമുഖങ്ങളും നിയന്ത്രിക്കുന്നത് ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ്. നിലവിൽ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്തിന്റെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ട്. മോംഗ്ല കൂടി ഇന്ത്യക്ക് ലഭിക്കുന്നതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം എളുപ്പമാകും. കൂടാതെ 1650 കിലോമീറ്റർ നീളമുള്ള ചിക്കൻ നെക്ക് കോറിഡോർ ഒഴിവാക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV.